ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വചനം ജഡമായി തീർന്നു എന്ന വചനം എങ്ങനെ നിവൃത്തിയായി, അതെങ്ങനെ നിവൃത്തിയായിരിക്കണം, അത് ആ ശരീരം വചനം ജഡമായി തീർന്നതാകുന്നുവെങ്കിൽ വചനത്തിന് തുല്യമാണ് ആ ശരീരം. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നതാണ്, വചനം ദൈവമായിരുന്നതാണ്. അപ്പോൾ ദൈവമായിരുന്ന വചനം വചനമായി തീർന്നു, വചനമായിരുന്ന ദൈവം ജഡമായി തീർന്നു എന്ന് പഠിക്കുന്ന പഠനം, ഉപദേശിക്കുന്ന ഉപദേശം, അതിൻ്റെ ആധികാരികത, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത് എന്നീ കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിന്മേൽ നമ്മൾ ആരംഭിക്കുന്ന കാര്യം, അതിൽ ഒന്ന്, കഴിഞ്ഞ ഭാഗങ്ങൾ പല വിധത്തിൽ നമ്മൾ ചിന്തിപ്പാടിയായി തീർന്നു. ഒരു മനുഷ്യൻ ഈ ലോകത്തു നിന്ന് സ്വീകരിക്കുന്ന ആഹാരങ്ങൾ അവന് വിശുദ്ധമായ ആഹാരം, സ്വർഗീയമായ ആഹാരം, സാമാന്യമായ ഭക്ഷണം, വിഷം, അതുപോലെ തന്നെ ശുശ്രൂഷയാലുള്ള ആഹാരങ്ങൾ എന്നിങ്ങനെ 5 ഭാഗമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ പാഠങ്ങളിൽ പഠിക്കാനിടയായി തീർന്നു. യേശുവിനെ സംബന്ധിച്ച് ഈ ലോകത്ത് സാമാന്യമായ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന ആഹാരം തന്നെ യേശുവും ആഹരിച്ചു, സ്വീകരിച്ചു, ശരീരവർദ്ധനവുണ്ടായി എന്ന് നാം വചനത്തിൽ നിന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇത് അപ്രകാരമല്ല. അവൻ്റെ ശരീരം വചനം ജഡമായി തീർന്നതാണ്. അതുകൊണ്ടാണ് അത് ദ്രവിക്കാതിരുന്നത്. വചനം ജഡമായി തീർന്നതുകൊണ്ട്, അതുകൊണ്ടാണ് അത് വിശുദ്ധമായി തീർന്നത് എന്ന് പഠിക്കുന്ന പഠനത്തിൻ്റെ സത്യസന്ധതയാണ് പ്രാരംഭമായിട്ട് നാം ചിന്തിക്കുന്നത്. ഒരു മനുഷ്യ ശരീരത്തിൽ, പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരം വിവിധമായ തൂക്കങ്ങളിൽ കാണപ്പെടാറുണ്ട്. 60 കിലോ ഉള്ളവരുണ്ട്, 70 കിലോ ഉള്ളവരുണ്ട്, 80 കിലോ ഉള്ളവരുണ്ട്, അതിനു മുകളിൽ തൂക്കങ്ങളുള്ളവരുണ്ട്. ഈ ഇത്രയും തൂക്കം എന്ന് പറയുമ്പോൾ തന്നെ, 70 കിലോ 80 കിലോ തൂക്കം എന്ന് പറയുമ്പോൾ തന്നെ ഗുരുത്വാകർഷണത്തിൽ പെട്ട ഒന്നാണ് ശരീരം. ഗുരുത്വാകർഷണത്തിൽ മനസ്സിൻ്റെ തൂക്കം പെടുന്നില്ല, ആത്മാവിൻ്റെ തൂക്കം പെടുന്നില്ല, ദേഹിയുടെ തൂക്കം പെടുന്നില്ല. കാരണം ഗുരുത്വാകർഷണത്തിൽ അകപ്പെടാത്ത, ഉൾപ്പെടാത്ത, അല്ലെങ്കിൽ അതിന് കീഴടങ്ങാത്ത അവസ്ഥയാണ് അവയ്ക്കുള്ളത്. അപ്പോൾ ഗുരുത്വാകർഷണത്തിൽ അകപ്പെടുന്നത് ഏതൊക്കെയാണ്? ഗുരുത്വാകർഷണത്തിൽ അകപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ 5 മൂലകങ്ങളോട് കൂടിയ വസ്തുക്കളാണ് ഗുരുത്വാകർഷണത്തിൽ അകപ്പെടുന്നത്. ഈ ഗുരുത്വാകർഷണത്തിൽ അകപ്പെടുന്ന 5 ഭാഗങ്ങൾ ഭൂമി, അഗ്നി, ആകാശം, വായു, ജലം. ഇത്രയും ഭാഗങ്ങളാണ് മനുഷ്യൻ്റെ ശരീരമായിട്ട് പണിയപ്പെടുന്നത്. ഈ പണിയപ്പെടുന്ന ശരീരത്തിൽ ഈ 5 മൂലകങ്ങൾ എന്ന് സൃഷ്ടിച്ചതാണ്. ഈ ലോകം സൃഷ്ടിക്കുമ്പോഴേ ഈ മൂലകങ്ങളുണ്ട്. ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപും ഈ മൂലകങ്ങളുണ്ട്. ഈ മൂലകങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിലാണ്. ദൈവത്തിൽ നിന്ന് ദൈവജ്ഞാനമായ ക്രിസ്തു ജനിച്ചതിന് ശേഷം, ക്രിസ്തു ഉളവായതിനു ശേഷം, ക്രിസ്തുവിൽ കൂടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം സൃഷ്ടിച്ചതാണ് ഈ മൂലകങ്ങൾ. ഇത് ഭൗമികമായതാണ്. സ്വർഗീയമായതിന് സ്വർഗീയമായ ശരീരവുമുണ്ട്, സ്വർഗീയമായിട്ടുള്ള വസ്തുക്കളുമുണ്ട്, സ്വർഗീയമായിട്ടുള്ള തൂക്കങ്ങളുള്ള കാര്യങ്ങളുമുണ്ട്.
എന്നാൽ നമ്മളിവിടെ ചിന്തിക്കുന്നത് യേശുവിൻ്റെ ഭൗതിക ശരീരത്തെക്കുറിച്ചായതുകൊണ്ട് അതിൽ തന്നെ നമുക്ക് ഉറച്ചു നിന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ഭൗതിക ശരീരം എവിടെ നിന്ന് വന്നു? യേശുവിൻ്റെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അളവുള്ളതാണ് ജലം. ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ ഈ 5 ഘടകങ്ങളോട് കൂടിയ ഈ ശരീരം, ഇതിൻ്റെ മൂലവസ്തു എവിടെ നിന്നുണ്ടായി? വചനം ജഡമായി തീർന്നു എന്നുള്ളത് ശരി തന്നെയാണ്. വചനം ജഡമായി തീരണമെങ്കിൽ ഒരിക്കൽ വചനം ജഡമായി തീർന്നതാണ് എന്നാണ്. ദൈവത്തിൽ നിന്ന് ദൈവജ്ഞാനം ഉളവായതിനു ശേഷം ഈ ദൈവജ്ഞാനം മുഖാന്തരം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ആ വചനം നിവൃത്തിയായതാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ജ്ഞാനം നിവൃത്തിയായതാണ് പ്രപഞ്ചം. അന്നുണ്ടായ പ്രപഞ്ചത്തിലുണ്ടായ വസ്തുക്കളെ കൂടാതെ പിന്നീട് ഒരു വസ്തു പുതുതായിട്ട് ഉണ്ടായിട്ടില്ല, ഉണ്ടാകേണ്ട ആവശ്യവുമില്ല. ഒരു വസ്തു ഉണ്ടാക്കുവാനുള്ള ഭൂമിയിൽ നിന്ന് ഒരു പാത്രം മണ്ണെടുത്തതിന് ശേഷം ആ മണ്ണ് കൊണ്ട് ഒരു വസ്തു, ഒരു ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒരു പാത്രം പണിയുന്നത് പോലെയാണ്, മെനയുന്നത് പോലെയാണ് ലോകത്തെ സൃഷ്ടിച്ചത്. എന്നാൽ ഈ പാത്രം മെനയാനുള്ള മണ്ണ് സൃഷ്ടിച്ചത് സകലത്തിന് മുൻപെയാണ്. അത് ദൈവപുത്രനാൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഇത് ഇനി ഒരു പുതിയതായിട്ട് സൃഷ്ടി ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം ഇനി ഏതെല്ലാം സൃഷ്ടി, ഇനി ഏതെല്ലാം രൂപങ്ങൾ, ഏതെല്ലാം പാത്രങ്ങൾ ദൈവത്തിന് ഉണ്ടാക്കണമോ ആ ഉണ്ടാക്കേണ്ട പാത്രങ്ങളെല്ലാം ഇതിൽ നിന്നുണ്ടാക്കിയാൽ മതി. ഈ സൃഷ്ടിച്ച പഞ്ചഭൂതങ്ങളിൽ നിന്ന്, ഈ മൂലകങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയാൽ മതി. വേറൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഈ ജലം എവിടെ നിന്നു? അത് വചനം ജഡമായി തീർന്നത് എന്ന് വാദിച്ച് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ജീവിതങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ തർക്കവും വാദവും കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളത് ചിന്തിക്കേണ്ടി വരുന്നത്. ഒരു മനുഷ്യൻ ഒരു ദിവസം ഏകദേശം, ഉദാഹരണം ഓർക്കുക, ഒരു കിലോ ഭക്ഷണം കഴിക്കും എന്നിരിക്കട്ടെ. ഇനി അതിൽ കൂടുതലാകട്ടെ കുറവാകട്ടെ, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. 1 കിലോ ഭക്ഷണം കഴിക്കും. ഈ 1 കിലോ ഭക്ഷണം കഴിച്ചാൽ അവൻ 71 കിലോയുള്ളവനായി. അത് അവൻ്റെ തൂക്കമാണ്. അത് അവൻ്റെ കഴിച്ച ഭക്ഷണം, 1 കിലോ ഭക്ഷണം അവൻ്റെ ശരീരഭാഗമായി തീർന്നു. അവൻ 3 ലിറ്റർ വെള്ളം കുടിക്കും. അതായത് ഏകദേശം 3 കിലോ തൂക്കം അതിനും വരുമെന്നിരിക്കട്ടെ. 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.25-2.5 ലിറ്ററിൽ കൂടുതൽ, 2.5 കിലോയിൽ കൂടുതൽ വെള്ളം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ തൂക്കം 1, വെള്ളത്തിൻ്റെ തൂക്കം 2.5, അപ്പോൾ 3.5 കിലോ. ഇനി വായുവിനും തൂക്കമുണ്ടെന്ന് നമ്മൾ പഠിക്കുന്നു. അതുപോലെ എന്തുമാകട്ടെ, ഇതെല്ലാം കൂടെ കൂടി 3 കിലോ തൂക്കം അവൻ ഒരു ദിവസം തൻ്റെ ശരീരത്തിലെടുക്കുന്നു. ഈ ശരീരത്തിലെടുത്തതിന് ശേഷം അതിൽ നിന്ന് വിസർജനമായിട്ടും ഉച്ഛ്വാസമായിട്ടും മറ്റേ ശരീരത്തിൽ നിന്ന് വിയർപ്പായിട്ട് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയുന്നത് ഏകദേശം അത്രയും തന്നെ വരും. അപ്പോൾ ഇതൊരിക്കലും ഈ കാര്യം നിന്നു പോകുന്നില്ല. ഉപജീവനം എന്നാണ് ഈ കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മളെടുക്കുന്നത് ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച 5 മൂലകങ്ങളിൽ ഒന്നായ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അതിൽ സൃഷ്ടിച്ചിട്ടുള്ള വിത്ത് മുഖാന്തരം വന്നിട്ടുള്ള ധാന്യങ്ങളിൽ നിന്നും മറ്റുമാണ് നമ്മൾ ആഹാരത്തെ സ്വീകരിക്കുന്നത്. സസ്യാദികളിൽ നിന്ന് നമുക്ക് വേണ്ട മറ്റു ഊർജ്ജത്തെ നമ്മൾ പ്രാപിച്ചെടുക്കുന്നു. ഈ പ്രാപിച്ചെടുക്കുന്നതിൽ നിന്ന് ശരീരത്തിന് ആവശ്യമുള്ളതിനെ എടുത്തതിന് ശേഷം ബാക്കിയുള്ളതിനെ പുറത്തേക്ക് കളയുന്നു. അങ്ങനെ ഒരു മനുഷ്യന്
തൂക്കമെന്ന് പറയുന്നത് 70 കിലോ എന്ന് നമുക്ക് നമ്മളിപ്പോൾ അത് ചിന്തിച്ച് പഠിക്കുകയാണ്. ഈ 70 കിലോ തൂക്കമുള്ള മനുഷ്യൻ ഓരോ 21 ദിവസമാകുമ്പോഴും ഇവൻ്റെ ഒരു ഒരു ഘട്ടമുള്ള സെല്ലുകൾ നശിച്ചതിന് ശേഷം പുതിയ സെല്ലുകൾ വരുമെന്ന് നമ്മൾ പഠിക്കുന്നു. ഇത് ബാല്യം മുതൽ യേശു മറിയയുടെ ഗർഭത്തിൽ ഉരുവായി അവിടെ നിന്ന് ശിശുവായിട്ട് പുറത്തേക്ക് വന്നു. ഒരു ശിശു പുറത്തേക്ക് വരുമ്പോൾ എത്ര കിലോ തൂക്കമുണ്ടോ, 3-4 കിലോ ആകട്ടെ, 5 കിലോ ആകട്ടെ, 3 കിലോ എത്രയാകട്ടെ, ഇനി ഉദാഹരണമായിട്ട് 4 കിലോ 4 കിലോ തൂക്കമുള്ളവനായിട്ട് യേശു ഭൂമിയിലേക്ക് ജനിച്ചു. ഈ യേശു ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ അവനിലും ഈ 5 മൂലകങ്ങളുണ്ട്. ഈ 5 മൂലകങ്ങൾ ഗർഭത്തിൽ അവൻ എവിടെ നിന്ന് കിട്ടി? അവൻ എവിടെ നിന്ന് ഈ 5 മൂലകങ്ങൾ? വെള്ളമുണ്ട്, ഭൂമിയുണ്ട്, ആകാശമുണ്ട്, വായുവുണ്ട്, അഗ്നിയുണ്ട്. ഈ 5 ഘടകങ്ങൾ അവൻ എവിടെ നിന്ന് കിട്ടി? ഈ 5 ഘടകങ്ങൾ കിട്ടിയത് ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിലും ജനിച്ചത് തന്നെയാണ്. മറിയ എന്ന് പറയുന്നത് ആൾ ദാവീദിൻ്റെ സന്തതിയാണ്. മറിയയുടെ ശരീരത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണിത്, ഈ ശരീരം. അങ്ങനെ ആ 4 കിലോ ശരീരത്തോടു കൂടി പുറത്തേക്കിറങ്ങിയതിന് ശേഷം ഇവൻ അവിടുന്ന് വളരണം. അവൻ വളരാൻ വേണ്ടിയിട്ട് വളർച്ചയെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യത്തിന് ആഹാരം വരുമ്പോൾ അവന് ദാഹിച്ചു. ശമരിയക്കാരിയുടെ അടുത്ത് വെള്ളം ചോദിച്ചു. അവന് വിശന്നു. മരുഭൂമിയിലേക്ക് പോയപ്പോൾ അവന് വിശന്നു. അപ്പോൾ സാത്താൻ അവനെ പരീക്ഷിച്ചു. അവൻ പ്രാപിക്കേണ്ടുന്ന ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് ക്രമത്തിൽ അവൻ പ്രാപിച്ചു. അവൻ്റെ ശരീരത്തിൽ അത് വളർച്ചയായി പരിണമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ഒരു ഭാഗം സ്വീകരിക്കുന്നതോടൊപ്പം ഒരു ഭാഗം വിസർജനമായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിൽ ഏത് ഭാഗമാണ് സ്ഥിരതയുള്ളത്? അവിടെ ആ ഭാഗമാണ് ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഏത് ഭാഗമാണ് സ്ഥിരതയുള്ളത്? അതായത് അവന് ഒരു 20 വയസ്സാകുമ്പോൾ അസ്ഥി വളർച്ചാ പൂർത്തീകരണം പ്രാപിക്കുന്ന ഒരു സമയമുണ്ട്. എത്ര 25ഓ 23ഓ എത്രയോ ആകട്ടെ, ആ പ്രായമാകുമ്പോഴേക്കും അസ്ഥിയുടെ വളർച്ച തീരും. ഈ വളർച്ച തീരുമ്പോഴേക്കും അവന് പിന്നെ അസ്ഥി നിലനിൽക്കുമെന്നിരിക്കട്ടെ, എങ്കിലും ഇവൻ്റെ ശരീരം, ഒരു മനുഷ്യൻ്റെ ശരീരം ഒരു 15 വയസ്സിൽ അവനൊരു 40 കിലോ തൂക്കമുണ്ട്, അല്ലെങ്കിൽ 50 കിലോ തൂക്കമുണ്ട്. ഈ 40 കിലോ 50 കിലോ തൂക്കമുള്ളത് യൗവനമാകുമ്പോഴേക്കും 60 കിലോ 70 കിലോ 80 കിലോയിലേക്ക് മാറും. ഇങ്ങനെ അവൻ്റെ ശരീരം വന്നിരിക്കുക. ഈ ശരീരം ക്ഷീണിക്കും. പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്തയായിട്ട് കണ്ടതാണ്. 100ൽ പരം കിലോ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാനത് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ മധുരവും കൊഴുപ്പുള്ള ഭക്ഷണങ്ങളും എല്ലാം ഞാൻ ഒഴിവാക്കിയതിന് ശേഷം 3 മാസം കൊണ്ട് ഞാനത് തീർത്തും കുറച്ചതിന് ശേഷം ഇന്ന് ഞാൻ 70 കിലോ ഉള്ളവനാണ്. അപ്പോൾ 30 കിലോ ഇവിടെ പോയി. 30 കിലോ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് തന്നെ പോയി. ലോകത്തിൻ്റെ ഭൂമിയുടെ പൊടിയുടെ ആകത്തുക എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിലേക്ക് തന്നെ പോയി. അല്ലാതെ വേറെ ഇങ്ങോട്ടും പോകാനില്ല, അതിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഈ മൂലകങ്ങളിൽ നിന്ന് സ്വീകരിച്ചു, മൂലകങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോയി. ഇതല്ലാതെ ഈ സംവിധാനമല്ലാതെ മറ്റൊരു സംവിധാനം ഒരു മനുഷ്യരുടെയും ശരീരത്തിൽ ദൈവം വെച്ചിട്ടില്ല. ഇനിയല്ല, ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം നമ്മൾ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട്. അത് കർത്താവിൻ്റെ തിരുമേശ അനുഭവിച്ചപ്പോൾ രക്തമായി തീർന്നു, ശരിക്കും മാംസമായി തീർന്നു എന്നുള്ളതെല്ലാം കേട്ടിട്ടുണ്ട്. അതൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കുന്നതല്ല. അതങ്ങനെ ഒരു സംഭവം ഈ ലോകത്തിൽ വചനപ്രകാരം സംഭവിക്കാൻ പാടില്ല. അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ഇത് ശുശ്രൂഷ അത് അനുഭവിക്കുമ്പോൾ നമുക്കത് ആത്മാവിൽ സംഭവിക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തുവിൻ്റെ രക്തവുമായി തീരേണ്ടുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് കുറയുന്നു, കൂടുന്നു. ഇതൊക്കെയും
ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ ശരീരവും ഇപ്രകാരം തന്നെയായിരുന്നു. 33.5 വയസ്സായപ്പോഴേക്കും ഇവൻ്റെ ശരീരം ഇപ്പോൾ എത്രയായിക്കൊണ്ട് നമുക്ക് തൂക്കം നോക്കാൻ സംവിധാനമൊന്നും നമ്മളത് അറിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും 60 കിലോ, 70 കിലോ, 75 കിലോ അത്രയും തൂക്കം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. ഈ 75 കിലോ തൂക്കം ഈ ലോകത്തിൽ നിന്ന് തന്നെ, ഈ മൂലകങ്ങളിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. ഈ മൂലകങ്ങളിൽ നിന്ന് തന്നെ കടന്നു വന്നിട്ടുള്ളതാണ്. മാത്രമല്ല, ഇതിന് ശേഷം ഇവൻ്റെ വിയർപ്പ് തുള്ളികൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകി. അവൻ്റെ വായിൽ നിന്ന് അവൻ തുപ്പി ചേറുണ്ടാക്കി ഒരുവൻ്റെ കണ്ണിനെ സൗഖ്യമാക്കി, ഒരുവനെ സൗഖ്യമാക്കി. അവനിൽ നിന്ന് സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്നത് പോലുള്ള വിസർജനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇതെവിടെ നിന്ന്? ഈ മൂലകങ്ങൾ എവിടെ നിന്ന്? അവൻ്റെ വായിൽ നിന്നുണ്ടായിരുന്ന തുപ്പൽ അതെവിടെ നിന്ന് വന്നു? വചനം ജഡമായി തീർന്നതിന് ശേഷം ആ ജഡം തുപ്പലായി തീർന്നുണ്ടോ? വചനം ജഡമായി തീർന്നതിന് ശേഷം അവൻ വിസർജിച്ച വിസർജനം എന്തായി തീർന്നു? വചനം വിസർജനമായി തീർന്നുണ്ടോ? വചനം ജഡമായി തീർന്നതിന് ശേഷം അവൻ്റെ ശ്വാസം, അവൻ ഉച്ഛ്വസിക്കുന്ന ശ്വാസം, വചനം ശ്വാസമായി തീർന്നുണ്ടോ? ഇല്ല. അതെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ വചനപ്രകാരം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പുതിയതായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെയോ, നമ്മൾ ഈ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പഠിച്ചതുപോലെ മനുഷ്യന് ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവൻ്റെ ശരീരം എങ്ങനെ പവിത്രമാകുന്നു, എങ്ങനെ ഹീനമാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വിത്ത് അല്ലെങ്കിൽ ബീജം, രണ്ടാമത്തത് ആദ്യ ഭാഗം, മൂന്നാമത്തത് 3 വേര്, നാലാമതൊരു കാര്യം ഈ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മനുഷ്യ മനസ്സ്. അത് ഈ വിത്തിനോട് അനുബന്ധിച്ച് വരും. ഇപ്പോൾ നമുക്കത് മനസ്സൊന്ന് വേർതിരിച്ച് തന്നെ പഠിക്കാം, അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചത് വിത്ത് അല്ലെങ്കിൽ ബീജം, രണ്ടാമത്തത് വേര്, മൂന്നാമത്തത് ആദ്യ ഭാഗം, നാലാമത്തത് മനസ്സ്. ഒന്നാമത്തതാണ് വിത്ത്, വേര്, ആദ്യ ഭാഗം. വിത്ത്, വേര്, ആദ്യ ഭാഗം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആദാമ്യ ജീവനാണ്, ആദാമ്യ ബീജമാണ്, ആദാമ്യ വിത്താണ് സകല മനുഷ്യരുടെയും ഉത്ഭവം. ഇപ്പോൾ ഒരു മനുഷ്യന്, ഇപ്പോൾ എൻ്റെ ജീവിതം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പിതാവിൽ നിന്നാണ് ജനിച്ചത്. പിതാവിൽ നിന്നുള്ള ജീവൻ ബീജമായി മാതാവിൽ വന്ന് അവിടെ നിന്ന് വളർച്ച പ്രാപിച്ചതാണ് ഞാനെന്നുള്ള മനുഷ്യൻ. അപ്പോൾ അതാണ് എൻ്റെ ആദ്യ ഭാഗം. അതാണ് എൻ്റെ വേര്. ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ ആദാം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ആദാം എന്ന വ്യക്തിയെ വിത്താക്കിക്കൊണ്ടും ആദ്യഭാഗമാക്കിക്കൊണ്ടും വേരാക്കിക്കൊണ്ടും അല്ലാത്ത ഒരു മനുഷ്യനും യേശുക്രിസ്തു ഒഴികെ ഈ ലോകത്തിലില്ല. ബാക്കിയുള്ള എല്ലാവരുടെയും, ഏത് മനുഷ്യനും, അത് യൂതയായിരുന്നാലും ശ്രേഷ്ഠനായിരുന്നാലും ഹീനനായിരുന്നാലും രാജാവായിരുന്നാലും പ്രജയായിരുന്നാലും ആരായിരുന്നാലും, ഇവൻ്റെ വിത്ത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദമാണ്. ഇവൻ്റെ ആദ്യഭാഗം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദമാണ്. ഇവൻ്റെ വേരെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. എന്നാൽ ഇവിടെ വീണ്ടും നമുക്ക് മറ്റൊരു കാര്യവും കൂടി നമ്മൾ ഗ്രഹിച്ചു. വേര്, വിത്ത്, ആദ്യഭാഗം എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം മനസ്സ് എന്ന് പറയുന്ന ഒരു കാര്യവും കൂടിയുണ്ട്. മനസ്സ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് ദുർമനസ്സ്, 2 ക്രിസ്തുവിൻ്റെ മനസ്സ് അല്ലെങ്കിൽ നല്ല മനസ്സാക്ഷി. നല്ല മനസ്സാക്ഷി, ദുർമനസ്സാക്ഷി, ക്രിസ്തുവിൻ്റെ മനസ്സ്, ജഡമനസ്സ്. ഇങ്ങനെയാണ് അത് 2 ഭാഗമായിട്ട് തിരിഞ്ഞു നിൽക്കുന്നത്. ഈ മനസ്സ് പ്രവർത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ മനസ്സ് ഭരിച്ചു നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് അവൻ പ്രാപിക്കുന്ന ഭക്ഷണങ്ങൾ അവനുള്ളിൽ ഒന്നുകിൽ വിഷമായിത്തീരും, അല്ലെങ്കിൽ വിശുദ്ധമായിത്തീരും എന്നുള്ളത്
നമ്മൾ ഈ കഴിഞ്ഞ ഭാഗത്തു നിന്ന് പഠിച്ചതാണ്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ മനുഷ്യരിലേക്ക് വരുന്നതിന് വരുന്ന ഭക്ഷണം നന്മയായിത്തീരാനും തിന്മയായിത്തീരാനും അല്ലെങ്കിൽ വിശുദ്ധമായിത്തീരാനും വിഷമായിത്തീരാനും കാരണങ്ങളെന്ന് പറയുന്നത് 4 കാരണങ്ങൾ നമ്മൾ ഓർത്തുകൊള്ളണം. 1 വേര്, 2 ആദ്യഭാഗം, 3 വിത്ത്, 4 മനസ്സ്. മനസ്സിൽ ദുഷ്ടതയുണ്ടെങ്കിൽ അവൻ്റെ ശരീരം പണിയപ്പെടുന്നത് വിഷമായിട്ടായിരിക്കും. ശരീരം വിഷമാണ്. മനസ്സിൽ ദുഷ്ടതയില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സാണ് അവനുള്ളതെങ്കിൽ അവൻ കഴിക്കുന്ന ഭക്ഷണം അവൻ്റെ ശരീരം വിശുദ്ധമായിക്കൊണ്ടിരിക്കും. വിശുദ്ധമായ ശരീരം, വിശുദ്ധമായ ജീവിതം നയിച്ചവൻ, ക്രിസ്തുവിൻ്റെ മനസ്സോടുകൂടി ജീവിച്ചവൻ, അവൻ മരിക്കുമ്പോൾ അവനെ ക്രിസ്തുവിൽ മരിക്കുന്നവൻ അല്ലെങ്കിൽ വിശ്വാസത്തിൽ മരിക്കുന്നവനെന്ന് പറയും. ഇങ്ങനെ ക്രിസ്തുവിൽ മരിച്ചവരുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ മരിച്ചവരുടെ ശരീരങ്ങൾ ദൈവം ഏറ്റെടുക്കുന്നു. അതായത് അവരെയാണ് യെശയ്യാപ്രവചനത്തിൽ എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കുമെന്ന് കർത്താവ് പറയുന്നത്. ദൈവത്തിൻ്റെ ശവങ്ങൾ, യഹോവയുടെ ശവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. അടുത്തതാണെങ്കിൽ ദുർമനസ്സുകൊണ്ട് ജീവിച്ച് ദുഷ്ടമനസ്സുകൊണ്ട് ജീവിച്ച് ശരീരം മുഴുവൻ വിഷമായി തീർന്ന അവസ്ഥയാണെങ്കിൽ അവൻ മരിക്കുമ്പോൾ അവൻ്റെ ശരീരം ദുഷ്ടൻ അവകാശപ്പെട്ടതാണ്. അവൻ്റെ ശരീരം വിഷമായി തീരാൻ അവൻ പറയുന്ന വാക്കുകൾ, നിരൂപിക്കുന്ന നിരൂപണം, ചെയ്യുന്ന പ്രവൃത്തികൾ, അനുഭവിക്കുന്ന അനുഭവം ഇതൊക്കെയും ബാധകമാണ്. ദുർമനസ്സോടുകൂടി ദുഷ്ടമനസ്സോടുകൂടി അവൻ നിരൂപിക്കുന്ന നിരൂപണം, ഹൃദയത്തിലെ ദുഷ്ടനിരൂപണം, ദുഷ്ടൻ എന്ന് വരുന്ന വാക്കുകൾ, ദുഷ്ടപ്രവൃത്തികൾ, ദുഷ്ടതയുടെ അനുഭവം, ഈ ദുഷ്ടതയിൽ രസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം അവൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം സാത്താൻ അവകാശം പറയും, എതിരാളിയായ പിശാച് അവകാശം പറയും. അപ്പോൾ അവിടെ മനുഷ്യൻ്റെ ശവം രണ്ടായിട്ട് തിരിയുകയാണ്. ഒന്ന് യഹോവയുടെ ശവങ്ങൾ, രണ്ടാമത്തത് പിശാചിൻ്റെ അവകാശമുള്ള ശരീരം. ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, നിൻ്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ, നിൻ്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞുപോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കും. മരിച്ച മനുഷ്യരെ ഭൂമി പ്രസവിക്കുന്ന ദിവസം വരും. കല്ലറകളിലുള്ളവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് വചനം നിവൃത്തിയാകുമ്പോഴേക്കും ഈ ഭൂമി പ്രേതന്മാരെ പ്രസവിക്കും. ഭൂമിയിൽ വെച്ചിരിക്കുന്ന പ്രേതന്മാരെ പ്രസവിക്കും. എങ്ങനെ പ്രസവിക്കും? അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പ്രസവിക്കുന്നത് ആരെയാണ്? അവിടെ വചനത്തിൽ നിൻ്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. നിൻ്റെ മൃതന്മാർ, അതായത് സിയോനെ സംബന്ധിച്ച് പറയുകയാണ്, ദൈവസഭയെ സംബന്ധിച്ച് പറയുകയാണ്. ദൈവത്തിൻ്റെ ജനം എഴുന്നേൽക്കും, നിൻ്റെ ജനം എഴുന്നേൽക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. നിൻ്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, കർത്താവിൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. എന്നിട്ട് പറയുകയാണ്, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പിക്കും. കർത്താവ് ശബ്ദം പുറപ്പെടുവിക്കുക. പൊടിയിൽ കിടക്കുന്ന കർത്താവിൻ്റെ ജനമുണ്ട്, അതായത് കർത്താവിൻ്റെ ശവങ്ങൾ, അതായത് വിശ്വാസത്തിൽ മരിച്ചവർ, അതായത് വിശ്വാസത്തിൽ നല്ല മനസാക്ഷിയിൽ ഈ ലോകത്തിൽ ജീവിച്ചവർ, അതായത് ക്രിസ്തു കൊടുത്ത മനസാക്ഷിയിൽ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിച്ചവർ. അവർ മരിക്കുമ്പോൾ അവരുടെ ശവങ്ങൾ കർത്താവിൻ്റെ ശവങ്ങളായിത്തീരും. ആ ശവങ്ങളെ കർത്താവ് സൂക്ഷിക്കും. നാളെ ആ ശവങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. അവർക്ക് ഓരോരോ സ്ഥാനങ്ങളിൽ അവർക്ക് അവകാശവും കൊടുക്കും. എന്നാൽ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് ശരീരം വിഷമായിട്ട് ശരീരം വിഷമായി തീർന്നാൽ അതിനുള്ള അവസ്ഥയെന്ന് പറയുന്നത്, യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് മോശ ഏകദേശം 120 വയസ്സ് ഉള്ളവനായിട്ട് മരിച്ചു. അങ്ങനെ മരിച്ച്
അവനെ അടക്കിയത് ദൈവം അടക്കി. എവിടെ അടക്കിയെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഏകദേശം നെബോ പർവ്വതത്തിൻ്റെ ഭാഗത്ത് ആണ് അടക്കിയതെന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാലും അടക്കിയ സ്ഥലം അന്ന് ഇസ്രായേൽ മക്കൾക്ക് പോലും അറിയില്ല. ഒറ്റയാളെയും ദൈവം അറിയിച്ചിട്ടില്ല. എന്തായിരുന്നാലും കാലങ്ങൾ കഴിഞ്ഞു യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ, യേശുക്രിസ്തു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നപ്പോൾ, ഈ മോശയും ഏലിയാവും യേശുവിനെ കാണാൻ വന്നു. മറുരൂപ മലയിൽ, താബോർ മലയിൽ യേശു തേജസ്സിൽ പ്രത്യക്ഷമാകുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ വന്നു. മോശയും വന്നു, ഏലിയാവും വന്നു. ഏലിയാവ് ജീവനോടെ എടുക്കപ്പെട്ടവനാണ്. ഏലിയാവിനെ ദൈവം ജീവനോടുകൂടി ശരീരത്തോടു കൂടി സ്വർഗത്തിലേക്ക് എടുത്തതാണ്. മോശ മരിച്ചതാണ്. പിന്നെ മോശയുടെ ശരീരം എങ്ങനെ അവിടെ വന്നു? യേശുവിൻ്റെ കാലത്ത് അവിടെ വന്നു. യേശുവിനെ അടക്കിയതാ, യേശു മരിച്ച് അടക്കം ചെയ്തതാ. പിന്നെ യേശുവിൻ്റെ ശരീരം എങ്ങനെ താബോർ മലയിൽ എങ്ങനെ മോശയുടെ ശരീരം യേശുവിനെ കാണാൻ വന്നു? അവിടെ വന്നതിന് ശേഷം വെറുതെ അല്ല വന്നത്. ഇവർ രണ്ടുപേരും, ആരൊക്കെ? ഏലിയാവും മോശയും യേശുവിനോട് സംസാരിച്ചു കാര്യം എന്താണെന്നറിയാമോ? ഒരു മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു മരണം നടക്കാൻ പോവുക. യേശുവിൻ്റെ മരണം നടക്കാൻ പോവുക. അതിൻ്റെ കഷ്ടാനുഭവം ഒക്കെ ആരംഭിക്കാൻ പോവുക. ഈ കാര്യങ്ങളെക്കുറിച്ച്, ആ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ മോശയും യേശുവും ഏലിയാവും ഒരുമിച്ച് സംസാരിച്ചു. എന്താ സംസാരിച്ചെന്നുള്ളത് നമുക്കറിയില്ല. എന്തായിരുന്നാലും അവർ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാം. ആ വാക്യം നമുക്ക് വായിക്കാം. അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. ഈ താബോർ മലയെക്കുറിച്ച് പറയുന്നതാണ്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി. യേശു പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി. ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. മോശയും ഏലിയാവും തന്നെ. ഇവർ രണ്ടുപേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓർക്കണം, ഇതിപ്പോൾ ഏത് കാലഘട്ടമെന്ന് ഓർക്കണം. BC 1410 കൂടിയാണ് മോശയുടെ മരണം. അപ്പോൾ ഇത് സംഭവിച്ചിട്ട് 1430 വർഷത്തോളം കഴിഞ്ഞ് ഈ സംഭവം നടക്കുമ്പോൾ 1430 വർഷം മോശ മരിച്ച് അടക്കിയിട്ട് കഴിഞ്ഞു. മണ്ണിൽ അടക്കിയിരിക്കുക, ദൈവം അടക്കിയിരിക്കുന്നത്. ഏലിയാവ് പിന്നെ ശരീരത്തോടു കൂടി മുകളിലേക്ക് എടുത്തതാണ്. മോശയുടെ ശരീരം താബോർ മലയോട് ചേർന്ന്, നെബോ പർവ്വതത്തിനോട് ചേർന്ന് അടക്കിയിരിക്കുക, യോർദാൻ ഇപ്പുറത്ത്. അവൻ ദൈവത്തെ അവിവേകം സംസാരിച്ചതുകൊണ്ട് അപ്പുറത്തെത്തിയില്ല. യോർദാൻ കടന്ന് കനാൻ ദേശത്തെത്തിയില്ല. അവിടെ യേശു താബോർ മലയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മുഖഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്ന്. ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു. മോശയും ഏലിയാവും വന്ന് അവനോട് സംസാരിച്ച് അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. ഈ കാര്യങ്ങൾ തുടർന്ന് നമ്മളവിടെ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ ഈ ശരീരം എപ്പോൾ വന്നു? ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇവൻ ആത്മരൂപിയായിട്ടല്ല വന്നത്, ശരീരമായിട്ട് തന്നെയാണ് വന്നത്. ശരീരമായിട്ടാണ്. അതിന് പത്രോസ് ചോദിക്കുന്നുണ്ട്, ഗുരു, ഞങ്ങളൊരു 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും എന്ന് പറഞ്ഞത്. അവർ 3 പേരും ശരീരത്തിലാണ്. യേശുവും ശരീരത്തിലാണ്, മോശയും ശരീരത്തിലാണ്, ഏലിയാവും ശരീരത്തിലാണ്. ഈ മോശയ്ക്ക് ശരീരം എവിടെ നിന്ന് കിട്ടി? നമ്മൾ പഠിക്കുന്നത് BC 1430 മരിച്ച മോശ നെബോ പർവ്വതത്തിൽ ആ ഭാഗത്ത് എവിടെയോ ദൈവം തന്നെ അടക്കം ചെയ്തു. പിന്നെ ഈ ശരീരത്തോട് ഇവിടെ വന്നതെങ്ങനെയാണ്? താബോർ മലയിൽ വന്നതെങ്ങനെയാണ്? നിശ്ചയമായിട്ടും അതിനു മുമ്പ് മോശയുടെ ശരീരം എടുത്തുകൊണ്ട് വരാൻ ദൂതനെ അയച്ചു. ഏത് ദൂതനെ? മീഖായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രധാന ദൂതനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഏത്? മോശയുടെ ശരീരം കൂട്ടിക്കൊണ്ട് വരാൻ.
അവിടെ ആ ഭാഗമാണ് നമ്മൾ യൂദയുടെ ലേഖനത്തിൽ 9-ാം വാക്യത്തിൽ ചിന്തിക്കുന്നത്. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ, തർക്കമായി പിശാചിനോട് തർക്കിച്ചു വാദിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, മരിക്കുന്ന മനുഷ്യൻ്റെ ശരീരങ്ങൾ 2 ഭാഗമായിട്ട് തിരിയും. ഒന്ന് ദൈവത്തിൻ്റെ ശരീരം, ഒന്ന് യഹോവയുടെ ശരീരം, ഒന്ന് പിശാചിൻ്റെ ശരീരം. ഇത് രണ്ടുപേർക്ക് ആവശ്യമാണ്. പിശാചിൻ്റെ ശരീരം എന്ന് പറയുന്നത് ആ ശരീരം വിഷമായിരിക്കും, വിഷത്തിൻ്റെ സ്വാധീനം ഉണ്ടാവും. ദൈവത്തിൻ്റെ ശരീരം എന്ന് പറയുന്നത് വിശുദ്ധമായിരിക്കും. അതിന് കാരണം ദൈവത്തിൻ്റെ ശരീരം ആയിത്തീരണമെങ്കിൽ ആ ശരീരം ജീവിച്ചിരിക്കുമ്പോൾ അതിനകത്ത് നല്ല മനസാക്ഷി വസിച്ചതും പ്രവർത്തിച്ചതുമായിരിക്കണം. ദുഷ്ടൻ്റെ ശരീരമായി തീരണമെങ്കിൽ അവൻ്റെ മനസ്സിൽ ദുഷ്ടത വെച്ചുകൊണ്ട് അവൻ ജീവിച്ച് ആഹാരം കഴിച്ചവനായിരിക്കണം. അങ്ങനെ ഒഴിച്ചെങ്കിൽ അത് വിഷമായി തീരും, ഇത് വിശുദ്ധമായി തീരും. വിശുദ്ധം കർത്താവിൻ്റേതും വിഷം സാത്താൻ്റേതുമാണ്, അത് അവകാശമാണ്. ഇത് മോശയുടെ ശരീരം എടുക്കാൻ മീഖായേൽ വന്നപ്പോൾ പിശാച് തർക്കിച്ചു. പിശാച് എന്തുകൊണ്ട് തർക്കിച്ചു? പിശാചിന് എന്ത് അവകാശം? യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞു, ഇതാ ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു. പിശാച് വരുന്നത് ആത്മീയ ദർശനത്തിൽ യേശു കണ്ടു. യേശു അത് ശരിക്കും വ്യക്തമായിട്ട് കണ്ടു, പിശാച് വരുന്നത്. യേശു പറഞ്ഞു, ഇതാ ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അത് ഈ ലോകത്തിൻ്റെ ദൈവം വരുന്നു. പിശാചാ. പക്ഷെ അവന് എന്നോട് കാര്യമൊന്നുമില്ല. അവനോട് യേശുവിനോട് സംസാരിക്കേണ്ട കാര്യം തന്നെ അവനില്ല. കാരണം നിങ്ങൾ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? നീ ഇന്നത് തെറ്റിപ്പോയി എന്ന് യേശുവിനോട് ഒരു കാര്യം പറ. ഇന്ന കാര്യത്തിൽ തെറ്റിപ്പോയി, ഇന്ന വാക്ക് തെറ്റിപ്പോയി. അവനെ വാക്കിൽ പിടിക്കാനായിട്ട് നോക്കി, സാധിച്ചില്ല. പ്രവൃത്തിയിൽ പിടിക്കാനായിട്ട് നോക്കി, സാധിച്ചില്ല. അനുഭവത്തിൽ പിടിക്കാനായിട്ട് അവൻ ദുഷ്ടന്മാരോടുകൂടി പാപികളോടുകൂടി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അനുഭവത്തിൽ പിടിക്കാൻ നോക്കി, സാധിച്ചില്ല. അവൻ ശബത്തിൽ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞ് അവനെ പ്രവൃത്തിയിൽ പിടിക്കാൻ നോക്കി, സാധിച്ചില്ല. ഈ കാര്യങ്ങളൊന്നിലും അവന് സാധിച്ചില്ല. അവനെ സകല വിധത്തിലും ഒരു അവകാശം പറയാൻ നോക്കിയിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് യേശു പറഞ്ഞ്, നിങ്ങൾ നിങ്ങളിൽ ഈ ലോകത്തിലുള്ള സകല മാനവരാശിയോട് മാത്രമല്ല, സ്വർലോകത്തിലും അധോലോകത്തിലും ഭൂലോകത്തിലുമുള്ള സകല ശക്തികളുടെയും നേരെയാണ് ആ വാക്ക് ചെന്നത്. എന്ത്? നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? ഇന്നതിൽ തെറ്റിപ്പോയി, നീ ഇന്നത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ആർക്ക് പറയാം? ഒരാൾ പറയാൻ പറഞ്ഞു, സാധിച്ചില്ല. ഒരാൾക്കും സാധിച്ചില്ല. ഈ സാധാരണ സാധിച്ചില്ല. ഉണ്ടെങ്കിൽ അവൻ അപ്പോൾ പറയും, അവൻ വെറുതെ ഇരിക്കുമോ? കാരണം ഇവനിൽ ഒരു തെറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് രാവും പകലും അപവാദം പറഞ്ഞ് നടക്കുന്നവനവൻ. പക്ഷെ അവനെക്കൊണ്ട് സാധിച്ചില്ല. പക്ഷെ അതല്ല മോശ. ഇനി മോശയെ സംബന്ധിച്ച് പറയാം, ഈ ലോകത്തുള്ള സകല മനുഷ്യരിലും സൗമ്യനാണ്. മോശയുടെ ചരിത്രം മനസ്സിലാക്കണം. മോശയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. മോശയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ജീവിച്ചിട്ടില്ല. മോശയ്ക്ക് അഹരോന് പൗരോഹിത്യം കൊടുക്കാൻ സമയത്ത് ഒരു പരാതിയും മോശയ്ക്കില്ല. അഹരോൻ യഥാർത്ഥത്തിൽ മോശയുടെ മക്കളില്ലേ? മോശയുടെ മക്കളുണ്ട്. ആ തലമുറ വഴി പൗരോഹിത്യം മഹാപുരോഹിതൻ എന്നുള്ള പൗരോഹിത്യം വരാമല്ലോ. പക്ഷേ മോശയ്ക്ക് അങ്ങനെയില്ല. മോശ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല. മോശ ഈ ജനത്തിന് വേണ്ടിയിട്ട് ജീവിച്ചവനാണ്. ദൈവം ഈ ജനത്തിന് വേണ്ടിയിട്ട് ജീവിച്ചവനാണ് മോശ. കാരണം ഒരിക്കൽ വിഗ്രഹത്തെ ആരാധിച്ച് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഡാൻസ് ചെയ്ത് നൃത്തം ചെയ്ത് കളിച്ചപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് മനസ്സിലായ കാര്യം സീരിയസ് ആണ്. മോശ കോപം കൊണ്ട് ഈ കൽപ്പലക എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. എന്നിട്ട് ഇവരുണ്ടാക്കിയ കാളക്കുട്ടി എന്ന വിഗ്രഹത്തെ ഉരച്ച് പൊടിയാക്കി വെള്ളത്തിൽ കലക്കി ഇവരെ കൊണ്ട് കുടിപ്പിച്ച് ഈ പാപം. അങ്ങനെ ഇത്രയും ചെയ്തതിന് ശേഷം കാര്യങ്ങളൊക്കെ പരിഹാരമൊക്കെ ചെയ്തതിന് ശേഷം അവിടെ വന്നതിന് ശേഷം പറഞ്ഞ് കർത്താവിൻ്റെ പക്ഷത്തുള്ള മാറി നിൽക്കാൻ പറഞ്ഞു. യഹോവയുടെ പക്ഷത്തുള്ള മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവ്യ ഗോത്രം മാറി നിന്നു. കൊല്ലാൻ പറഞ്ഞു, വാളെടുക്കാൻ പറഞ്ഞു. വാളെടുത്ത് ഈ ദുഷ്ടത ചെയ്തവനെ എല്ലാത്തിനെയും കൊല്ലാൻ പറഞ്ഞു. ഒരു മഹാസംഹാരമോടാണ്. കൊന്ന കൂട്ടത്തിൽ അപ്പനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, സഹോദരന്മാരുണ്ടായിരുന്നു, സ്നേഹിതന്മാരുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല. ലേവി ഒരു പ്രവൃത്തി അങ്ങോട്ട് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ദൈവത്തിൻ്റെ കോപം അടങ്ങി. ഇത്ര അടങ്ങിയതിന് ശേഷം മോശ ചെന്നത് നേരെ കർത്താവിൻ്റെ അടുക്കലാണ്. അതിന് ശേഷം പറഞ്ഞു, കർത്താവേ,
ഈ ജനം മിസ്രൈമിൽ നിന്ന് നീ കൊണ്ടുവന്നതാണ്. അവരുടെ പോഷത്വം ഓർക്കരുത്. അവർ വലിയൊരു തെറ്റ് ചെയ്തു. ആ പോഷത്വം ഓർക്കരുത്. അവർ ചെയ്ത തെറ്റ് കണക്കിടരുത്. അദ്ദേഹത്തിനൊരു തൃപ്തി വരുന്നില്ല. അദ്ദേഹം പറയാം, കർത്താവ് എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്, ഇത് ചെറിയ കാര്യത്തിൽ അവസാനിക്കുകയില്ല എന്ന് മോശയ്ക്ക് ബോധ്യമായി. ഇത് ദൈവം ഇതിന് പ്രതികാരം ചെയ്യാതിരിക്കുകയില്ല എന്ന് മോശയ്ക്ക് ബോധ്യമായി. അവൻ ഒരു പടി കൂടി അടുത്തിയെന്ന്, കർത്താവെ, അല്ല, ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഇവരെ നശിപ്പിക്കാനാണ്, നീ ഇവരെ കൈവിട്ട് കളയാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേര് നീ എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം, മോശയുടെ പേരുണ്ട്, ഈ ജനത്തിൻ്റെ പേരുമുണ്ട്, ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതിയിട്ടുണ്ട്. ഇവരെ നീ രക്ഷിക്കാതെ ഈ തെറ്റിന് ഇവരെ നശിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ എൻ്റെ പേര് ഈ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ഒരാൾ പറയുമോ ഈ ജനത്തെ മുഴുവനും നശിപ്പിച്ചാലും തൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ മായ്ക്കാൻ അവൻ സമ്മതിക്കോ? പറഞ്ഞതാണ് മോശ പറഞ്ഞതാ. നെടുമ്പാട് കിടക്കുകയാണ്. അവൻ പറയാം, കർത്താവ് അവനോട് പറഞ്ഞാ, എന്നെ വിടുക എന്ന് പറഞ്ഞാൽ ഉടയവനെ ആര് പിടിച്ചു നിർത്തുന്നാരാ? പർവ്വതങ്ങൾ അവൻ്റെ മുമ്പിൽ തുള്ളി, കുഞ്ഞാടുകളെപ്പോലെ പർവ്വതങ്ങൾ തുള്ളി. അവനെ കണ്ടപ്പോൾ യോർദാൻ പിൻവാങ്ങിപ്പോയി, ചെങ്കടൽ പിളർന്നു, പിശാചുക്കൾ വിറയ്ക്കുന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ദഹിപ്പിക്കുന്ന അഗ്നി, തീ അവന് മുൻപായി പോകുന്നു. ആ മഹാപ്രഭാവത്തിലിരിക്കുന്നവൻ പറയുകയാണ് മോശയോട്, മോശേ, നീ എന്നെ വിട്. മോശ പിടിച്ചാൽ നിൽക്കുന്നവനാണോ? അതെ, പിടിച്ചവൻ അവനാ. പിടിച്ചു നിർത്തിയിരിക്കുന്നവൻ മോശയാണ്. കാരണം ഈ ഭൂലോകത്തിലെ സകല മനുഷ്യരിലും സൗമ്യനാണവൻ. അവൻ ഒരിക്കലും തൻ്റെ തന്നിഷ്ടം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. അവൻ ചെയ്യാൻ ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ നീതി ഒന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ ന്യായം പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അവൻ്റെ ഉദ്ദേശം. വേറൊരു ഉദ്ദേശം അവനില്ല. അവൻ കർത്താവിൻ്റെ ദാസനാണ്. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരാണ് വരുന്നത്. വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല. വിട്ടിട്ട് മാറാൻ പറ്റുന്നില്ല. ചെങ്കടലിനെ പിളർന്നവന് മോശയെ വിടുവിച്ച് പോകാൻ പറ്റുന്നില്ല. യോർദാനെ ഒഴുക്കിനെ നിർത്തിയവനെ, ഭൂമിയെ പിളർന്ന് ദാഥാനെയും കോരഹിനെയും കൂട്ടരെയും പാതാളത്തിലേക്ക് ഇറക്കിയവനെ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാവുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിച്ചവന് മോശയെ വിട്ടിട്ട് പോകാൻ കഴിയുന്നില്ല. പിടിച്ചു നിർത്തിയേക്കാണ് മോശ. ദൈവം പറയുകയാണ്, എന്നെ വിട് മോശ, നീ എന്നെ വിട്. എന്തിന്? ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോവാ. ഈ ജനത്തെ നശിപ്പിക്കാൻ എന്നെ വിടുക. മോശ പറഞ്ഞ്, ലോകജാതികൾ എന്ത് പറയും? തലകുലുക്കത്തിന് വിഷയമാക്കി നോക്കിയിരിക്കുന്നവർ എത്ര പേരുണ്ടെന്നറിയാമോ? ഇത് കണ്ടുകൊണ്ടിരുന്ന സാക്ഷികൾ എത്രയുണ്ടെന്നറിയാമോ? ഈ കനാൻ ദേശത്തുള്ള ജനം മുഴുവൻ, ഭൂമിയുള്ള സകല ജനവും ഈ ഇത്രയും കാലം സംഭവിച്ചത് മുഴുവൻ കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുക. അവർ ഇതും കൂടി കേട്ട് കഴിഞ്ഞാൽ, ഈ ജനത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തന്നെ അവരുടെ ഉള്ളിലിരിക്കുന്നത് നിവൃത്തിയാകും. അതുകൊണ്ട് നീ അതിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിൻ്റെ പേര് എൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു മതി. ഇനി എനിക്ക് ആ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ സ്ഥാനമുണ്ടല്ലോ, അത് വേണ്ട.
കർത്താവ് പറഞ്ഞു, ശരി, നീ ചെല്ല്, നീ പോകും, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് നീ പോ, ഞാൻ എൻ്റെ ദൂതനെ അയക്കും, അവൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തെത്തിക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം, എന്താണെന്നറിയാമോ? എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. നിൻ്റെ പേര് ഞാൻ മായ്ക്കില്ല. നിൻ്റെ പേര് മായ്ക്കുന്നതിനാ? അത് ഞാൻ മായ്ക്കില്ല. എന്നോട് പാപം ചെയ്തവരുണ്ട്, ഇത് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇന്നല്ല, എന്നാണെന്നറിയാമോ? സന്ദർശന ദിവസം. ഒരു സന്ദർശന ദിവസമുണ്ട്, അന്ന് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയും. അത്ര മാത്രം ദൈവത്തിൻ്റെ മുമ്പാകെ വലിയവനാണ് മോശ. ദൈവത്തിന് മുമ്പാകെ ശ്രേഷ്ഠനാണ് മോശ. ദൈവം ആദരിക്കുന്നവനാണ് മോശ. ദൈവം മാനിക്കുന്നവനാണ് മോശ. ഈ മോശയെ കർത്താവ് അടക്കി. പക്ഷേ ഒരു തെറ്റുപറ്റി. എന്താണെന്നറിയാമോ? കാദേശ് ബർണ എന്ന് പറയുന്ന സ്ഥലം, അതായത് കനാൻ ദേശത്തോട് അടുത്തു കാദേശ് ബർണ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുടിക്കാൻ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ജനമെല്ലാം കൂടെ പെറുപുറത്ത് മോശയ്ക്കെതിരെ കൂട്ടം കൂടി ദൈവത്തിനെതിരെ പെറുപുറത്തു. മോശ ദൈവത്തോട് നിലവിളിച്ചു, നീ പോകാൻ ചെല്ലാൻ പറഞ്ഞു, പാറയെ അടിക്കാൻ പറഞ്ഞു. അങ്ങനെ പാറയിൽ നിന്ന് വെള്ളം ദൈവം കൊടുത്തു. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഈ ചെയ്ത പ്രവൃത്തികൾ മുഴുവനും മനസ്സിൽ വെച്ച് ആ വേദന കൊണ്ട്, ആ നീരസം കൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ച വാക്ക് അവിവേകമായി തീർന്നത് ഏത് വാക്കെന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല. പറഞ്ഞ വാക്ക് ഇതാണ്: മത്സരികളെ, ഈ പാറയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വെള്ളം തരണോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അതിലെ ലംഘനത്തിൻ്റെ ആഴം, ദൈവത്തെ മാനിക്കാതെയും വിശ്വസിക്കാതെയും ഇരുന്നതിൻ്റെ ആഴം എത്ര വലുതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം കർത്താവിൻ്റെ പരാതി ഇതാണ്: നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല, എന്നെ വിശദീകരിച്ചില്ല. അതായത് അഹരോനും മോശയും ദൈവത്തെ വിശ്വസിച്ചില്ല, ദൈവത്തെ വിശദീകരിച്ചുമില്ല. ഈ രണ്ട് തെറ്റാണ് അവരിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും വെള്ളം കിട്ടി. വെള്ളം കുടിച്ചേച്ച് വന്നപ്പോൾ, എല്ലാം കഴിഞ്ഞപ്പോൾ മോശയോട് പറഞ്ഞു, ഈ കലഹജലത്തിൽ ഈ വിഷയത്തിന്മേൽ നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല, എന്നെ വിശദീകരിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തില്ല. അയ്യോ, അതിനു വേണ്ടിയിട്ടല്ലേ ഇത്രയും വന്നത്? അതിനു വേണ്ടിയിട്ടല്ലേ ഈ യാത്ര മുഴുവൻ കഴിച്ചു വന്നത്? പക്ഷെ നിങ്ങൾ എത്തില്ല. അവിടെ നിന്ന് വീണ്ടും മുമ്പോട്ട് പോയി. മോശവൃദ്ധനായി ഒടുവിൽ മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹം: ഞാൻ അവിടെ ചെല്ലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവ്. ഞാൻ അവിടെ ചെല്ലുന്നത് പറഞ്ഞിട്ടുണ്ട്. അവിടെ അടുത്തെത്തി. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നെബോ പർവ്വതം എന്ന് പറഞ്ഞ ഒരു പർവ്വതമുണ്ട്. അവിടെ ഒരു പർവ്വതമുണ്ട്. ഈ പർവ്വതത്തിന് മുകളിൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ യോർദാൻ കടന്നു പോകും. യോർദാൻ പുഴ അത്ര വലിയൊരു പുഴയോ ഒന്നുമല്ല. ഭാരതപ്പുഴ പോലെയുള്ള പുഴയൊന്നും അല്ല ഈ എന്ന് പറയുന്നത്, യോർദാൻ എന്ന് പറയുന്നത്. യോർദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വലിയൊരു തോടെന്ന് കണക്കൂട്ടിയാൽ അത്ര വലിയ പുഴയൊന്നുമല്ല. ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് കനാൻ ദേശം കാണാം. അക്കരെ കർത്താവ് തൻ്റെ ജനത്തിന് കൊടുക്കുമെന്ന് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോട് വാഗ്ദത്തം പറഞ്ഞിട്ടുള്ളതും ഇസ്രായേൽ ജനത്തിന് കർത്താവ് വാഗ്ദത്തം കൊടുത്ത് നടത്തിക്കൊണ്ട് പോകുന്നതുമായ ആ ദേശത്തെ അതൊന്ന് കാണണം. പക്ഷേ മോശ ആദ്യം ഒരു കാര്യം ചോദിച്ചു. കർത്താവേ, ഇത്രയെല്ലാം വിശ്വസനായ മോശ ഒരു കാര്യം ചോദിച്ചു കർത്താവിനോട്: കർത്താവേ, ഇത്രയായി, വയസ്സ് 100-120 ആകുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ മഹാപ്രവൃത്തി ഞങ്ങൾ കണ്ട് ഇതൊക്കെയും വിചാരിച്ചാൽ കർത്താവിനെ പോലുള്ള ഒരു ദൈവം ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല.
ആരുമില്ല. അത്ര ഭയങ്കരമായ പ്രവൃത്തികളുടെ ഉടമസ്ഥനാണ് നീ. ഞാനൊരു കാര്യം ചെയ്യട്ടെ കർത്താവേ, ഇവിടെ യോർദാനാ, ഈ യോർദാൻ നദിയാ, ഞാനതൊന്ന് കടന്നു ചെന്ന്, ഒരാൾക്ക് നീന്തി അപ്പുറത്ത് പോകാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ആഴം കുറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അതിലേക്കൂടെ ഒന്ന് നടന്ന് അപ്പുറത്ത് പോകാവുന്നേ ഉള്ളൂ. ഞാൻ ഒന്ന് കടന്ന് ചെന്ന് ആ ദേശത്തൊന്ന് കണ്ടോട്ടെ, അവിടെ നിന്ന് കാണാനാ. ഏതായാലും ഞാനവിടെ ചെല്ലില്ല, അവിടെ ചെന്ന് കാര്യങ്ങളൊന്നും പ്രാപിക്കില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. കാരണം എന്നെ തെറ്റ് വന്നുകൊണ്ടാണ്. ഞാനിങ്ങനെ ഒന്ന് കണ്ടോട്ടെ. ഇനി മിണ്ടരുത്, മതി, നീ സംസാരിച്ച മതി. ഒരു മകൻ അപ്പൻ്റെ അടുത്ത് ചെന്ന് അപ്പനോട് ചോദിക്കുന്ന പോലെയുള്ള, ആദ്യമേ അപ്പനെ ഒന്ന് പുകഴ്ത്തി അപ്പനോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ചോദിക്കുന്നത് പോലെ മോശ ചോദിച്ചു. ആ ചോദ്യത്തിങ്കൽ കർത്താവ് ഇത് പറഞ്ഞപ്പോൾ, അക്കരെ കടക്കുന്ന കാര്യം പറഞ്ഞു, മതി, ഇനി ഈ കാര്യത്തെക്കുറിച്ച് നീ എന്നോട് സംസാരിക്കരുത്, നീ അവിടെ കിടക്കില്ല. ഞാൻ പണ്ട് പറഞ്ഞതല്ലേ നിന്നോട്, ഞാൻ എന്താ പറഞ്ഞേ? ഈ യോർദാൻ നീ കിടക്കില്ല. ആ കനാൻ ദേശം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുമെന്ന വാഗ്ദത്ത ദേശത്ത് നീ എത്തുകയില്ല. ഇത് പറഞ്ഞതല്ലേ, പിന്നെ നീ വീണ്ടും ചോദിക്കണമെന്നില്ല, പറ്റില്ല. പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, നീ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിക്കും. പർവ്വതത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശം വ്യക്തമായിട്ട് കാണാം. കണ്ടോ, നിൻ്റെ അവകാശം അത്രേ ഉള്ളൂ. ശരി, മോശ സമ്മതിച്ചു. പർവ്വതത്തിൽ കയറി. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, പിതാക്കന്മാർ അവരെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആ വാഗ്ദത്ത ദേശത്തെ ദൂരത്തു നിന്ന് കണ്ടു. ദൂരത്തു നിന്ന് കണ്ടതിന് ശേഷം മതി, ഇത്രയും കാലം താൻ അധ്വാനിച്ചതും ഇത്രയും കാലം നടന്നതുമായ, ഇത്രയും കാലം ഈ ജനത്തെ നടത്തിയതുമായ ആ മഹാലക്ഷ്യം, അത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. കണ്ട് തൃപ്തി പ്രാപിച്ചു. ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി അവൻ മരിച്ചു. ദൈവം അവനെ അടക്കം ചെയ്തു. ഇസ്രായേൽ മക്കളിൽ ഒരാൾ പോലും അവനെ അടക്കം ചെയ്തത് എവിടെയാണെന്ന് അറിയുന്നില്ല, ആർക്കും അറിയാൻ പാടില്ല. ദൈവമാണ് അടക്കിയത്. അങ്ങനെ മറവ് ചെയ്ത ആ മോശയുടെ ശരീരത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അന്ന് അടക്കിയ മോശയുടെ ശരീരം, അത് പിന്നീട് നമ്മൾ കാണുന്നത് താബോർ മലയിലാണ്. 1400 പരം വർഷങ്ങൾക്ക് ശേഷം, ഈ 1400 വർഷങ്ങൾക്ക് ശേഷം അവിടെ വരാൻ തൊക്കണം ഈ ശരീരത്തിന് എന്ത് സംഭവിച്ചു? പിന്നെ ഉള്ളത് നമ്മൾ കാണുന്നത് യൂദായുടെ ലേഖനത്തിലാണ്. യൂദായുടെ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഈ ശരീരത്തിന് അവകാശിയായിട്ട് സാത്താൻ വന്നു. ഈ ശരീരത്തെ കൊണ്ടുപോകാനായിട്ട് പ്രധാന ദൂതനായ മീഖായേലും വന്നിരിക്കണം. കാരണം അവിടെ വരുമ്പോൾ അവർ തമ്മിൽ തർക്കമായി. അവിടെ വന്നപ്പോൾ ഈ ശരീരം അവന് അവകാശപ്പെട്ടതാണ്. ആർക്ക്? പിശാചിന്. എന്ത് കാര്യം? ഇവനുണ്ടായ ഒരു തെറ്റ് പറഞ്ഞ്, ഇവനുണ്ടായ ഒരു തെറ്റ്, അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു. നമ്മുടെ ജീവിതം അത് പഠിക്കുമ്പോൾ, നമ്മുടെ ജീവിതം ശത്രുവിന് അവകാശപ്പെടാതിരിക്കാൻ നാം എന്ത് പ്രവർത്തിക്കണം, നാം എന്ത് സംസാരിക്കണം? അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു. ഈ ശരീരം അവൻ അവകാശപ്പെട്ടതാണ്. ഇത് തന്നെയാണ് നമ്മൾ യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതിരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അതിനെ നേരെ എതിര് വായിക്കണം. അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതിരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. ഇനി വഞ്ചന ഉണ്ടായിരുന്നെങ്കിലോ? അവൻ്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നെങ്കിൽ ദുഷ്ടന്മാരോട് ശവക്കുഴി കൊടുക്കുമായിരുന്നു. വായിലെ വാക്കുകൾ ദേഹത്തിന് പാപകാരണമാകും. ഏറ്റവും വലിയ പഠനമാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ വായ നിൻ്റെ ശരീരത്തിന് പാപകാരണമായി തീരരുത്. അവകാശം പറഞ്ഞു വരും. അവിവേകം സംസാരിച്ചാൽ അവകാശം പറഞ്ഞു വരും.
അതുണ്ടാകരുത്. പിശാച് വന്നു, ഇത് അവൻ അവകാശപ്പെട്ടതാണ്. മീഖായേൽ സമ്മതിക്കോ? ഇല്ല. മീഖായേൽ പറഞ്ഞു, ഇത് കർത്താവിൻ്റെ ശരീരമാണ്, ഇത് യഹോവയുടെ ശവമാണ്. അവൻ സമ്മതിക്കും, ഇത് അവൻ്റെ ശരീരമാണ്. എന്നാൽ ഇവനോട് തർക്കിച്ച് വാദിക്കാൻ, ആ വാക്ക് ശ്രദ്ധിക്കണം, പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവനോട് എതിർത്ത് നിൽക്കാൻ മീഖായേലായാലും മടിക്കും. കാരണം ഇവനൊന്നും അറിയാൻ പാടില്ലാത്ത പോഷൻ. അങ്ങനെ ചിന്തിക്കണ്ട, അവൻ പറയുന്ന വകുപ്പും റൂളും അത്ര വലുതായിരിക്കും. അവൻ എന്തെങ്കിലും നുണ പറഞ്ഞു കഴിഞ്ഞാൽ ബോഷ്ക്ക് പറയുന്നവനാ. പക്ഷേ ബോഷ്ക്ക് മാത്രമല്ല പറയുന്നത്. യോശുവ എന്ന മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം കൊണ്ട് ജീവിതത്തിൽ തെറ്റുവന്ന് വസ്ത്രം മുഷിഞ്ഞ് ദൈവത്തിന് മുമ്പാകെ പിശാച് വാദിച്ച്, അവൻ എനിക്ക് അവകാശപ്പെട്ടവനാണ്. എന്താ കാരണം? അവൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു, പുരോഹിത വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. എന്താ കാരണം? അവൻ അകൃത്യം ചെയ്തിരിക്കുന്നു. അന്വേഷിച്ചപ്പോൾ ശരിയാ, പുരോഹിതൻ്റെ കയ്യിൽ തെറ്റുണ്ട്, അകൃത്യമുണ്ട്. നോക്കിയപ്പോൾ ശരിയാ, വസ്ത്രം മുഷിഞ്ഞിട്ടുണ്ട്. ആർക്കും നിഷേധിക്കാൻ പറ്റില്ല, സംഗതി ശരിയാ. സ്വാഭാവികമായിട്ടും ഈ പുരോഹിതൻ അവനെ ഏൽപ്പിക്കപ്പെട്ട് പോകേണ്ടതാ. പിന്നെ അവനെ കൊണ്ട് യൂദയെ കൊണ്ടുപോയതുപോലെ ഈ പുരോഹിതനെ കൊണ്ട് അവൻ പോകേണ്ടതാ. എന്നാൽ കർത്താവ് പറഞ്ഞു യെരൂശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ നിന്നെ ഭർഷിക്കുന്നു. ശരിയാണ്, നീ പറഞ്ഞത് ശരിയാ. അവൻ്റെ വസ്ത്രം മുഷിഞ്ഞിട്ടുണ്ട്, അവൻ്റെ അകൃത്യമുണ്ട്. പക്ഷേ അതിനപ്പുറം കാണുന്നവനാണ് ദൈവം. എന്താണെന്നറിയാമോ? അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലയോ? ഏത് നിലയിൽ നിന്നാണ് അവനിവിടെ വന്നതെന്ന് ഓർക്കണം. അവൻ പ്രവാസികളുടെ ഇടയിൽ, പ്രവാസ കാലഘട്ടമാണ്. ശത്രു ദൈവജനത്തെ കീഴടക്കിയിരിക്കുന്ന കാലഘട്ടമാണ്. ജാതികളുമായിട്ട് ഇടകലർന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെയും മധ്യത്തിൽ അവനിൽ കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ടെങ്കിലും അന്തർഭാഗത്തിൽ സത്യം വെച്ചിരിക്കുന്ന ദൈവം യോശുവയെ രക്ഷിപ്പാൻ പ്രസാദിച്ചു. യഹോവയെ ഭർഷിക്കുന്നു. ഉടനെ കൽപ്പന കൊടുത്തു, അവൻ്റെ വസ്ത്രം മാറ്റി, അവൻ്റെ തലയിൽ ഒരു മുടി വെച്ചു, അവൻ്റെ അകൃത്യം മോചിച്ചു, അവനെ കർത്താവ് വിടുവിച്ചു. ഇതാണ് കർത്താവ് ചെയ്തത്. ഇതിങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ മരിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഞാനത് ഓർക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും പറഞ്ഞപ്പോൾ അത് പറയണം. ഞാനൊരു ശുശ്രൂഷയിൽ ഒരു പിഴവ് കാണിച്ചു. ഒരിക്കലും ശുശ്രൂഷകൻ്റെ വായിൽ നിന്ന് ശാപത്തിൻ്റെ വാക്കുകൾ വരാൻ പാടില്ല. ഒരിക്കൽ പോരാട്ടവും ദുഷ്ടൻ്റെ സ്വാധീനവും സ്വന്തം ഹൃദയത്തിലെ ദുഷ്ടതയും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാവരുടെയും കൂടി ഒരിക്കൽ ഒരു ശാപത്തിൻ്റെ വാക്ക് പറഞ്ഞു. ശപിക്കപ്പെട്ട് പോകട്ടെ എന്നല്ലതല്ല, ഒരു പ്രതികാരത്തിൻ്റെ വാക്ക്, ശാപം ആയിട്ട് ഭവിക്കത്തക്കവണ്ണമുള്ള ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വന്നു. ഇതെൻ്റെ സാക്ഷിയാണ്. ഈ വാക്യം വന്നതോടുകൂടി ഉടനെ തന്നെ ദൈവാത്മാവിനോട് സംസാരിച്ച വചനം ഇതാണ്: നിങ്ങളിൽ അധികം പേർ ഉപദേഷ്ടാക്കന്മാരാകാതിരിക്കുന്നത് നല്ലതാണ്, അധികം ശിക്ഷാവിധി വരും എന്നുള്ളതുകൊണ്ട്. അത്രയും ഗൗരവമാണെന്ന് ഞാനും ചിന്തിച്ചില്ല. അന്ന് തന്നെ കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. 39 അടി കൊള്ളും വിധി. അതാ, എണ്ണിയടിക്കും. അപ്പോഴും മനസ്സിലായില്ല. അന്ന് നീ അതുപോലെ മുഷിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനപ്പെട്ട് കലങ്ങും.
അപ്പോഴും എനിക്ക് മനസ്സിലായില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, അടുത്ത ദിവസമോ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി ഓരോ വാർത്ത ഞാൻ കേൾക്കാൻ തുടങ്ങി. ഓരോ വാർത്തയും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഈ വാർത്തയിൽ ഞാൻ അടികൊള്ളുന്നത് പോലെ വേദനപ്പെട്ട് നിലവിളിച്ചു. 1, 2, 3. ഒടുവിൽ ഞാൻ പറഞ്ഞു, കർത്താവേ, സഹിക്കാൻ പറ്റുന്നില്ല. സഹിച്ചേ പറ്റൂ. കാരണം അവൻ്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ദുഷ്ടന്മാരോട് ശൗകര്യം കൊടുക്കും. ശരീരത്തിൽ അവകാശം പറഞ്ഞ് ശത്രു നിൽക്കുക. ദോഷകരമായ കർമ്മത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ വലിപ്പം എത്രയെന്ന് നമ്മൾ അറിയുന്നില്ല. ഇതെന്ന് ഞാനിത് പറഞ്ഞത് ദൈവത്തിൻ്റെ നീതിയെ ഘോഷിക്കാനാണ്. ദൈവത്തിൻ്റെ നീതി 39 അടി, 39 അടി. അതെങ്ങനെ കൊണ്ടുവന്ന് ഇതിൽ വിവരിക്കാൻ പറ്റില്ല. അത്രമാത്രം ആ പറഞ്ഞ വാക്കൻ, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ വാക്കനുസരിച്ച് ആ 39 അടി ഞാൻ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരീരത്തില് മോശ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു, ദൈവത്തെ വിശദീകരിച്ചില്ല. ഇത് രണ്ടും മോശയുടെ തെറ്റാണ്. ഇതിൽ നിന്ന് ഇവനെ പറിച്ചെടുക്കണം. ഈ തെറ്റിൽ നിന്ന് പറിച്ചെടുക്കണം. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ഞാൻ ശുശ്രൂഷയിൽ ഒരു ശാപത്തിന്റെ വാക്ക് പറഞ്ഞതിൽ നിന്ന് എന്നെ രക്ഷിക്കണം. കാരണം ഇല്ലെങ്കിൽ എൻ്റെ ശരീരം ദുഷ്ടന്മാരുടെ ശൗക്കുഴി പോവും. ശത്രു എൻ്റെ ശരീരം കൊണ്ട് പോകും. അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നു. അതിൽ നിന്ന് എന്നെ വിടിയിക്കാനായിട്ട് ഒരു വഴി ദൈവം വിധിച്ചു, സ്വർഗം വിധിച്ചു. 39 അടി ഞാൻ കൊള്ളണം. അങ്ങനെ അതിൽ നിന്ന് എന്നെ ആ അപകടത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു. ഇവിടെ മോശയെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ദൈവം ന്യായം വിധിച്ചതാണ്. നീ കനാൻ ദേശത്തില്ല. ഈ ജീവിതം മുതൽ ഈ 120 വർഷത്തെ അധ്വാനം ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ കനാൻ ദേശത്ത് ദൈവജനം എത്തുന്നതോടുകൂടി ചെന്ന് മോശയ്ക്ക് ഒരു അവകാശം പറഞ്ഞ് എല്ലാവരോടും കൂട്ടായ്മയായിട്ട് ഇരുന്നിച്ച് ഭക്ഷണം കഴിക്കണം, സന്തോഷിക്കണം. ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഈ ആഗ്രഹം മുഴുവനും. അതങ്ങ് നിഷേധിച്ച് കൊല്ലുന്നതിന് തുല്യമാണ്, മരണത്തിന് തുല്യമാണ്. കണ്ടില്ല, കനാൻ ദേശത്ത് എത്തിയില്ല, യോർദാൻ കടന്നില്ല, മോശ മരിച്ചു. ഒടുവിൽ ശരീരം എടുക്കാൻ വന്നപ്പോൾ ഇത് സാത്താൻ്റെ ശരീരമാണെന്ന്. കാരണം അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചതാ. ഇല്ല, അവനാ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അവൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ആ ന്യായവിധി അയച്ചത് ഇവന്റെ ശരീരത്തെ ദൈവത്തിന് നേടാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെതാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ശരീരത്തെ അവകാശം പറയുന്നവനാണ് സാത്താൻ എന്നർത്ഥം. ഈ ശരീരത്തെ അവകാശം പറയാനായിട്ട് വന്നപ്പോൾ ഇവൻ പറയുന്നത് അതിന് ന്യായമുണ്ട്. യോശുവ എന്ന മഹാപുരോഹിതനെ കുറിച്ച് പറഞ്ഞ കാര്യം ശരിയാ. ഇവന്റെ ശരീരത്തിന്, പുരോഹിതന്റെ ശരീരത്തിൽ സാത്താൻ അവകാശമുണ്ട്. അകൃത്യം അവനിലുണ്ട്, വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. പക്ഷെ ഹൃദയത്തെ അറിയുന്ന ദൈവം വിധിച്ചു, അവനെ രക്ഷപ്പെടുത്തി. ഇവിടെ അതുപോലെ തന്നെ പറഞ്ഞത് ശരിയാ, സാത്താൻ പറയുന്നത് ശരിയാ. ഇവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു, ദൈവത്തെ വിശദീകരിച്ചില്ല, അത് ശരിയാണ്. അവൻ ദുഷ്ടന്മാരോട് ശൗക്കിഴി വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവനെ ആ തെറ്റിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം അവന് ന്യായവിധി അയച്ചിട്ടുണ്ട്. അവൻ കനാൻ ദേശത്തെത്തിയില്ല. അവനെ ആ കുഴിയിൽ നിന്ന് കയറ്റാൻ ദൈവം വെച്ച വിധിയായിരുന്നു അത്. നാം വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടു കൂടി നാം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവും. ലോകത്തോടുകൂടി വിധിക്കാൻ, ലോകത്തോട് വിധിക്കപ്പെടാതിരിക്കാൻ, കുഴിയിൽ ഇറങ്ങാതിരിക്കാൻ, ദുഷ്ടന്മാരുടെ കുഴിയിൽ ഇറങ്ങാതിരിക്കാൻ കഴിക്കുന്ന ബാലശിക്ഷയാണത്. ഈ ബാലശിക്ഷ അനുഭവിക്കുന്നവനാണ് ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. ഇതാണ് ഒരു മനുഷ്യന്റെ ശരീരം മലിനമാകുന്ന ഏറ്റവും
അപകടകരമായിട്ടുള്ളൊരു വഴി. ഇവിടെ യേശുവിൻ്റെ ശരീരം ശത്രുവിന് അവകാശം പറയാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആദാമ്യ സന്തതിയല്ല, ആദാമ്യ വേരല്ല, ആദ്യ ഭാഗം ആദാമ്യമല്ല, പിന്നെയോ ദുഷ്ടത ഇല്ലാത്ത പവിത്രമായ നിർമ്മല മനസാക്ഷിയാണ്. അവൻ്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. അവൻ്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നെങ്കിൽ വായ ദേഹത്തിന് പാപകാരണമാകുമായിരുന്നു. അതുണ്ടായിരുന്നില്ല. അവൻ്റെ ശരീരം പവിത്രം തന്നെയാണ്. എന്നാൽ ശരീരത്തിൻ്റെ മൂലവസ്തു എവിടെ നിന്ന്? അത് ആദ്യ ഭാഗം മറിയയുടെ ശരീരത്തിൽ നിന്നും, ജനിച്ചതിന് ശേഷം വളർന്നത് ലോകത്തിൽ നിന്ന് സ്വീകരിച്ച ഭക്ഷണത്താലും. അത് വളർച്ചാപൂർത്തീകരണം പ്രാപിച്ചപ്പോൾ അവൻ 33.5 വയസ്സായപ്പോഴേക്കും, ഈ 33.5 വയസ്സിൽ 70 കിലോ തൂക്കം ഉണ്ടാകുന്നിരിക്കട്ടെ, ബാല്യം മുതൽ അവനിലേക്ക് വന്നത്, ഒരു ദിവസം നമ്മൾ ഒരു യൗവനക്കാരനായാൽ, ഒരു കൗമാരപ്രായത്തിലേക്ക് വന്നാൽ ആ സമയം മുതൽ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ഏകദേശം 3-4 കിലോ തൂക്കം അവൻ്റെ ഉള്ളിലേക്ക് ആഹാരമായിട്ടും വന്നുകൊണ്ടിരിക്കും. ഏകദേശം അത്ര തന്നെ പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കും. ശിഷ്ടം വരുന്ന ഭാഗം ശരീരത്തെ മെനഞ്ഞുകൊണ്ടിരിക്കും. ശരീരത്തിലേക്ക് വന്നത് ലോകത്തിൽ ദൈവം ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മൂലകങ്ങളുടെ ഭാഗം, പുറത്തേക്ക് പോയത് അതേ മൂലകങ്ങളിൽ സത്തയെടുത്തതിന് ശേഷം ശേഷിക്കുന്ന ഭാഗം. എത്ര കിലോ തൂക്കം അങ്ങനെ വരുമ്പോൾ ശരീരത്തിലേക്ക് വന്നിട്ടുണ്ട്? എത്ര കിലോ തൂക്കം ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട്? ഇത് മുഴുവൻ എവിടെ നിന്ന്? സാധാരണ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് സംഭവിക്കുന്നത് പോലെ തന്നെ. അല്ലാതെ ഈ ശരീരത്തിന് സാധാരണ മനുഷ്യന് സംഭവിക്കുന്നതല്ലാതെ, വചനം ദൈവമായിരുന്നു, അതുകൊണ്ട് വചനം ദൈവം തന്നെയാണ്. ആ വചനം മാംസമായി തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവം മാംസമായി തീർന്നു എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇതിലേത് ഭാഗമാണ്? ഇന്ന് സ്വീകരിച്ച 4 കിലോ വചനമാണോ ദൈവമാണോ? വേസ്റ്റായിട്ട് പോയത് ദൈവമാണോ? ഏത് ദൈവം? അവൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അവനിൽ ദൈവം വസിച്ചിരുന്നു. അവൻ്റെ ശരീരം സ്ത്രീയുടെ സന്തതി എന്നുള്ള വാഗ്ദാന പ്രകാരം നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും തുടങ്ങിയ വചനങ്ങളുടെ നിവൃത്തിയാണ് അവൻ്റെ ശരീരം. ആ വചനപ്രകാരമാണ് ഇവരുടെ ശരീരം പരിശുദ്ധാത്മാവ് പണിതിട്ടുള്ളതെന്ന് സാരം. ആ ശരീരത്തിൽ ശത്രുവിന് അവകാശമില്ല. കാരണം ആ വിത്ത് ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ആദ്യ ഭാഗം, പരിശുദ്ധാത്മാവിനുള്ളവായ ആദ്യ ഭാഗം ആണ് അവന്റെ മനുഷ്യാത്മാവ്. അവൻ ക്രിസ്തുവിൽ വേരൂന്നിയവനാണ്, ദൈവപുത്രനാണ് അവന്റെ പേര്. ശേഷിക്കുന്ന ഏത് ഭാഗം വന്നാലും, വിഷം കഴിച്ചാലും, അശുദ്ധ ഭക്ഷണം അവൻ കഴിച്ചാലും, അറിഞ്ഞോണ്ടല്ല അറിയാതെ കഴിച്ചാലും, എന്ത് കഴിച്ചാലും അവനെ മലിനനാക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് മുഖാന്തരം ഉണ്ടാകുന്ന അവന്റെ ശരീരം പവിത്രവുമായിരിക്കും, പരിശുദ്ധവുമായിരിക്കും. പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ, നമ്മെ സഹായിപ്പാൻ സകലത്തിലും തൻ്റെ സഹോദരന്മാരുടെ സദൃശനാകാൻ ആവശ്യമായി
നമ്മെ പോലെ തന്നെ വിശന്നവൻ, നമ്മെ പോലെ തന്നെ വളർന്നവൻ, നമ്മെ പോലെ തന്നെ ഭക്ഷിച്ചവൻ, നമ്മെ പോലെ തന്നെ പാനം ചെയ്തവൻ, നമ്മെ പോലെ തന്നെ വിസർജിച്ചവൻ, നമ്മെ പോലെ തന്നെ വളർന്നവൻ, തളർന്നവൻ, അവനാണ് കർത്താവായ യേശുക്രിസ്തു. അവനാണ് കർത്താവായ യേശുക്രിസ്തു. അവന്റെ ശരീരം പവിത്രം തന്നെ. എന്നാൽ അതിനെ പവിത്രമാക്കിയത് ദൈവം മാംസമായി തീർന്നതല്ല, പിന്നെയോ വിത്ത്, വേര്, ആദ്യഭാഗം, മനസ്സ്, ഈ ഘടകങ്ങൾ പവിത്രമായിരുന്നതുകൊണ്ട് അതിനോട് ചേർന്ന് വന്ന് നോക്കുകയും പവിത്രമായി തീർന്നു. അതുകൊണ്ട് അവന്റെ ദൈവം തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിച്ചില്ല. ദൈവം നമ്മെ